ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ വന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ നിങ്ങളുടെ മകനോട് പറ എന്നെ അനുസരിക്കുകയാണെങ്കിൽ ഇവിടെ ജീവിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോളാൻ പറ. അപ്പോൾ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. മഹേന്ദ്രനാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പോഴേക്കും സിദ്ധു വന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, ഞാനും കുറേ നേരമായി നോക്കി നിൽക്കുന്നു, എത്ര അഹങ്കാരം ഉണ്ടായിട്ടാണ് നീ അങ്കിളിനോട് ഈ വീട് വിട്ട് പോകാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും മേഘയുടെ ചെകിട്ടത്ത് നോക്കി ഒന്ന് കൊടുക്കുകയാണ് സിദ്ധു. അപ്പോഴേക്കും സിദ്ധാർത്ഥിനെ എല്ലാവരും തടഞ്ഞു നിർത്തുന്നുണ്ട്, മുത്തശ്ശനൊക്കെ. സിദ്ധു വേണ്ട, നീ എന്തേ ചെയ്യുന്നത്? സിദ്ധുവിനെ എല്ലാവരും നിയന്ത്രിച്ച് നിർത്തുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് മഹേന്ദ്ര, മേഘ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവള് നിങ്ങളെ രണ്ടുപേരെയും മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവരെയും പറ്റിച്ചിട്ടാണുള്ളത്. മേഘയെ അടിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും ഒന്നും അവളുടെ സ്വഭാവം അവൾ മാറ്റാൻ പോകുന്നില്ല. എല്ലാവർക്കും അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ മഹേന്ദ്രനോട് പറയാണ്, മേഘ ലക്ഷ്മിയെ ചതിച്ചിട്ടാണ് ഈ സ്വത്തുക്കളൊക്കെ അവളുടെ പേരിലേക്ക് മാറ്റിയതെന്ന് നീ കോടതിയിൽ തെളിയിക്ക്. ഇപ്പോൾ തൽക്കാലം വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം ഈ വീട്ടിൽ ആർക്കൊക്കെ താമസിക്കാൻ പറ്റുമെന്ന് നമുക്ക് തീരുമാനിക്കാം. അത് ന്യായമാണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട്. അപ്പോഴും മഹേന്ദ്രന് തോറ്റുപോയൊരു പ്രതീതി തോന്നുവാണ്. അപ്പോൾ മേഘ പുച്ഛത്തോടെ പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ മുത്തശ്ശൻ പറഞ്ഞതെല്ലാവരും കേട്ടല്ലോ, നിങ്ങൾ വേണമെങ്കിൽ കോടതിയിലേക്ക് പോ, നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഈ കേസിൽ ജയിച്ച് കാണിക്ക്. മേഘയുടെ അഹങ്കാരം നിറഞ്ഞ സംസാരം കേട്ടപ്പോൾ എല്ലാവർക്കും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മേഘ വീണ്ടും പറയാണ്, അതുവരെ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഇരിക്ക്, എന്നെ ഒരു ശല്യം ചെയ്യാതെ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ഓരത്തായിട്ടിരിക്ക്. അതുകൂടെ കേട്ട സമയത്ത് മഹേന്ദ്രന് ദേഷ്യം സഹിക്കാനാവുന്നില്ല. ആരുടെ വീട്ടിൽ ആരാണ് അധികാരം കാണിക്കുന്നത്? ഞാൻ ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്നോ? നീയുള്ള വീട്ടിൽ നിന്നാൽ തന്നെ അത് പാപാണ്. കോടതിയിൽ ഈ കേസ് പോയിട്ട് തീരുമാനം വരുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല. മഹേന്ദ്രൻ പറയുന്നത് കേട്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ആ വീട് വിട്ട് ഇറങ്ങാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ. അപ്പോൾ മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ലക്ഷ്മി വാ, നമുക്ക് ആ ചെറിയ വീട്ടിൽ പോയി താമസിക്കാം. സിദ്ധാർത്ഥ് ശരിക്കും ഷോക്കായിട്ട് പറയുന്നുണ്ട്, അങ്കിൾ എന്താ ഈ പറയുന്നത്? ആരതിയും ജാനകിയും എല്ലാവരും ഞെട്ടിയിട്ട് നിൽക്കുകയാണ് മഹേന്ദ്രൻ്റെ ആ ഒരു തീരുമാനം കേട്ടിട്ട്. പക്ഷെ മേഘ മാത്രം കുലുക്കമില്ലാതെയാണ് നിൽക്കുന്നത്. അവൾ പരിഹസിച്ചുകൊണ്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഒരു സൗകര്യമില്ലാത്ത ആ വീട്ടിൽ പോയി താമസിക്കാൻ പോവാണോ? ഒരു കാര്യം ഞാൻ പറയാം, എന്നെ അനുസരിക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ തന്നെ താമസിക്കാം. മേഘ പുച്ഛത്തോടെയാണ് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്. അതിനുശേഷം അവൾ തിരിഞ്ഞ് ജാനകിയോട് ചോദിക്കുന്നുണ്ട്, അമ്മായി നിങ്ങൾ എൻ്റെ കൂടെ താമസിക്കാനാണോ ആഗ്രഹിക്കുന്നത്, അതോ നിങ്ങളുടെ സഹോദരൻ്റെ കൂടെ പോകാനാണോ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ജാനകിയെ നോക്കുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട്, ഏട്ടൻ്റെ കൂടെ പോവാൻ എനിക്ക് ആഗ്രഹമില്ല മേഘ, ഇവിടെ ഞാൻ നിൻ്റെ കൂടെ താമസിച്ചോളാം. മേഘ വിജയിച്ച ഭാവത്തിൽ എല്ലാവരെയും ഒന്ന് നോക്കുകയാണ്. പക്ഷേ മഹേന്ദ്രൻ അതൊരു വലിയ പരാജയമായിരുന്നു. അപ്പോൾ മേഘ വാസുദേവനോട് ചോദിക്കുന്നുണ്ട്, മാമ നിങ്ങളോ? അപ്പോൾ വാസുവും അതേ മറുപടി തന്നെയാണ് പറയുന്നത്, അതേ മോളെ, ഞാനും ഇവിടെ നിൻ്റെ കൂടെ താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീണ്ടും മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ ആരതിയോട് ചോദിക്കുകയാണ്, ആരതി നീയോ? അപ്പോൾ ആരതിയും പറയുന്നുണ്ട്, അമ്മയും അച്ഛനും ഇവിടെയല്ലേ താമസിക്കുന്നത്, അപ്പോൾ ഞാനും അവർക്കൊപ്പം ഇവിടെ താമസിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മേഘ പരിഹാസത്തോടെ മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, കണ്ടില്ലേ, എല്ലാവരും എൻ്റെ കൂടെ താമസിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ പോയി താമസിച്ചോളൂ. മേഘ പുച്ഛത്തോടെ പറയുന്ന കേട്ടപ്പോൾ മഹേന്ദ്രൻ തീർത്തും തോറ്റുപോയൊരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലക്ഷ്മിയും. അപ്പോൾ തിരിച്ച് മറുപടിയൊന്നും പറയാനില്ലാത്ത അവസ്ഥയിലാണ് അയാൾ നിൽക്കുന്നത്, ശരിക്കും തകർന്നു പോയൊരവസ്ഥയിൽ. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, മേഘ നീ ചെയ്യുന്നത് ഓവറാവുന്നുണ്ട്, ഇതിന് ഒരവസാനം ഉണ്ടാവും, നീ നോക്കിക്കോ. അതിന് മേഘ മറുപടിയൊന്നും പറയുന്നില്ല, കാരണം എല്ലാവരെയും ചതിച്ചു നേടിയ സ്വത്താണല്ലോ. അപ്പോൾ ഇൻസ്പെക്ടറാണ് സിദ്ധാർത്ഥിനോട് പറയുന്നത്, ഇങ്ങോട്ട് നോക്ക്, നിയമപ്രകാരം ഈ വീട്ടിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശവും മേഘയ്ക്കുണ്ട്. ഇവരെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ കേസെടുക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവും. ഏറെക്കുറെ എല്ലാവരും തകർന്നു പോയ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്, കാരണം ആ വീട് രണ്ടായിട്ട് ഭാഗം വെച്ചൊരവസ്ഥയിലാണ്. അപ്പോൾ ഇൻസ്പെക്ടർ മേഘയോട് പറയുന്നുണ്ട്, മേഘ ഇതിന് ശേഷവും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കോൾ ചെയ്തോളൂ, തൽക്കാലം ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ മേഘ അവർക്ക് നന്ദി പറയുന്നുണ്ട്. അങ്ങനെ മേഘ കൂട്ടിക്കൊണ്ടുവന്ന പോലീസുകാരും വക്കീലും ഒക്കെ അവിടുന്ന് പോവുകയാണ്. മേഘ വിജയിച്ച ഭാവത്തിൽ മഹേന്ദ്രനെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവൾ അവളുടെ ബാഗുകളൊക്കെ എടുത്തിട്ട് തിരിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. മഹേന്ദ്രൻ തോറ്റ പോലെ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പറയാണ്, മഹേന്ദ്ര ഞാൻ പറയുന്നത് നീ തെറ്റായിട്ട് എടുക്കരുത്. മേഘ ചെറിയ കുട്ടിയല്ലേ, നിങ്ങൾ രണ്ടുപേരും അവളെ അനുസരിച്ച് ഈ വീട്ടിൽ തന്നെ നിൽക്കാൻ നോക്ക്. മഹേന്ദ്രൻ അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അനുസരിച്ച് പോണോ? മേഘ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരൂ. മഹേന്ദ്രൻ വാശിയോടെയാണ് പറഞ്ഞത്. അപ്പോൾ
മുത്തശ്ശൻ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കുമോ ആ ദൈവം ഇപ്പോഴും എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മനസ്സ് ശരിക്കും നൊന്തിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ വീടുള്ളത്. അത് കേട്ടപ്പോൾ മഹേന്ദ്രനും ജാനകിക്കും ഒക്കെ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. കാരണം അങ്ങനെ ഒരു ദുരവസ്ഥയിൽ അച്ഛനും എത്തിയല്ലോ എന്ന് ആലോചിച്ചിട്ട്. മാത്രമല്ല മഹേന്ദ്രൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഞാൻ ദൂരത്തോട്ടായിട്ട് എവിടെയും പോകുന്നില്ല, ചന്ദ്രിക താമസിച്ചിട്ടില്ലേ ആ വീട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങൾ അനാവശ്യമായിട്ട് വിഷമിക്കല്ലേ അച്ഛാ. അതിനുശേഷം സിദ്ധുവിനോട് പറയുന്നുണ്ട് മുത്തശ്ശനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിദ്ധു തിരിച്ചു ചോദിക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ട് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനും മുത്തശ്ശനും നിങ്ങളുടെ കൂടെ അങ്ങോട്ടേക്ക് വന്നോളാം. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട സിദ്ധാർത്ഥ്, നീ ഇവിടെ തന്നെ താമസിച്ചിട്ട് മുത്തശ്ശനെ നന്നായിട്ട് നോക്കിയാൽ മതി. എന്നിട്ട് അദ്ദേഹം ലക്ഷ്മിയോട് പറയാണ്, ലക്ഷ്മി നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്. വല്ലാത്ത സങ്കടത്തോടെ ലക്ഷ്മി തിരിച്ച് അകത്തേക്ക് പോകുന്നുണ്ട് അവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ. ആ സമയം മുത്തശ്ശൻ തളർന്നിട്ട് അവിടെ സോഫയിൽ ഇരിക്കുകയാണ്, സിദ്ധു അദ്ദേഹത്തിന് കൂട്ടായിട്ടും. എല്ലാവരും സങ്കടത്തോടെ തന്നെയാണ് മഹേന്ദ്രനെ നോക്കുന്നത്. ആ സമയത്തും മുത്തശ്ശിയുടെയും വാസുദേവൻ്റെയൊക്കെ ഉള്ളിൽ പരിഹാസം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശി ആരതിയും ചേർന്നിട്ട് മേഘയുടെ ബാക്കിയുള്ള ബാഗുകളൊക്കെ അകത്തേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ കുട്ടികളെ പോലെ കരയാണ്. സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ എന്താ ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ കരയുന്നത്? വിഷമിക്കാതെ, മേഘ ഇനിയും എത്ര കാലത്തോളം ഇങ്ങനെ അഭിനയിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. തകർന്നുപോയ അദ്ദേഹത്തെ സിദ്ധാർത്ഥ് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് സമാധാനിപ്പിക്കുകയാണ്. ഒരാളെയും നോക്കാതെ ഒരക്ഷരം പോലും മിണ്ടാതെ മഹേന്ദ്രൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ചന്ദ്രികയുടെ വീട്ടിലാണെങ്കിൽ അവൾ മലരില്ലാത്ത ആ ഒരു സങ്കടത്തിലും മലറിനെ തട്ടിക്കൊണ്ടുപോയതൊക്കെ ആലോചിച്ചിട്ട് ഇരുന്ന് കരയാണ്. അപ്പോഴേക്കും ആ ഗുണ്ടയുടെ ആൾക്കാർ ഡ്രൈവർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ചന്ദ്രിക നിന്നെ സാർ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ചന്ദ്രിക കണ്ണ് തുടച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ വരില്ല. ഓ നീ വരില്ലെങ്കിൽ നിന്റെ മോളെ ബോംബെയിലേക്ക് കയറ്റി വിടും, കുഴപ്പമില്ലേ? അത് കേട്ടതും ചന്ദ്രിക ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ വേഗം ഷോക്കായിട്ട് എഴുന്നേക്കാണ്. അപ്പോൾ ആ ഡ്രൈവർ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറാൻ നോക്ക്. സാറ് പറയുന്നത് കേട്ടാ നിനക്കും നിന്റെ മോൾക്കും നന്നായിട്ട് ജീവിക്കാം, ഇല്ലെങ്കിൽ അത്ര തന്നെ. ചന്ദ്രിക ശരിക്കും തകർന്ന അവസ്ഥയിലാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. അവൾ സങ്കടത്തോടെ നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട്. അപ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട്, എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ, വാ വന്ന് വണ്ടി കയറ്. ചന്ദ്രിക വളരെയധികം വിഷമത്തോടു കൂടി അയാൾക്ക് പിന്നാലെ പോവുകയാണ്. അങ്ങനെ വീടൊക്കെ അടച്ചതിന് ശേഷം അയാൾക്ക് പിന്നാലെ പോയിട്ട് കാറിൽ കയറുന്നുണ്ട്. അപ്പോൾ ചന്ദ്രികയുടെ ഉള്ളൊക്കെ നിറഞ്ഞ് വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ വണ്ടി ഒരുപാട് ദൂരം മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് മലറിൻ്റെ അടുത്തേക്ക്. അതേസമയം മഹേന്ദ്രനും ലക്ഷ്മിയും ചന്ദ്രിക താമസിച്ച ആ ഒരു വീട്ടിലാണ് ഇപ്പോഴുള്ളത്. അവിടെ എത്തിയതിന് ശേഷം പൂജാമുറിയിൽ കയറിയിട്ട് വിളക്ക് കൊളുത്തുകയാണ് ലക്ഷ്മി. ഒരക്ഷരം പോലും മിണ്ടാതെ ഇരിക്കുകയാണ് മഹേന്ദ്രൻ. അയാൾ ആകെ തകർന്നു പോയൊരവസ്ഥയിലാണ്. ഒരുപാട് നേരം പ്രാർത്ഥിച്ചതിന് ശേഷം ലക്ഷ്മി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് അവിടെ കട്ടിലിരിക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവർ മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഏട്ടാ എനിക്ക് നിങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുക. ഞാൻ ഇതുവരെ നിങ്ങളിങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഇതിനെല്ലാത്തിനും കാരണം ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ മേഘയ്ക്ക് സ്വത്തുക്കളൊന്നും എഴുതി കൊടുക്കാതിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. മഹേന്ദ്രൻ ഒന്നും പറയാതെ മുഖം തിരിക്കുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് ലക്ഷ്മി പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ, അവളുടെ മനസ്സ് വിഷമിക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ അവളുടെ പങ്ക് അവൾക്ക് എഴുതി കൊടുത്തത്. പക്ഷേ അവൾ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കുറച്ചു പോലും ചിന്തിച്ചില്ല. ലക്ഷ്മി കരഞ്ഞുകൊണ്ടാണ് ഓരോ വാക്കും പറയുന്നത്. പക്ഷേ മഹേന്ദ്രൻ ഒന്നിനും പ്രതികരിക്കുന്നില്ല. അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എങ്ങനെയോ ജീവിച്ച നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണേണ്ടി വന്നത് എനിക്കതിൻ്റെ ഒരു കുറ്റബോധം എൻ്റെ നിന്ന് പോകുന്നില്ല. ലക്ഷ്മിക്ക് കരച്ചിൽ നിയന്ത്രിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് മഹേന്ദ്രൻ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇതിൽ കുറ്റബോധമൊക്കെ എന്തിനാണ് ലക്ഷ്മി? ജീവിതത്തിൽ സങ്കടവും സന്തോഷവും ഒക്കെ മാറി മാറി വരും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മേഘ നമുക്ക് ചെയ്ത ദ്രോഹത്തിന് ശരിയായിട്ടുള്ള ശിക്ഷ തന്നെ അവൾക്ക് കിട്ടും. മേഘ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ് ലക്ഷ്മി. ചന്ദ്രികയാണ് നമ്മുടെ യഥാർത്ഥ മകളെങ്കിൽ യഥാർത്ഥത്തിൽ മേഘ ആരുടെ മകളായിരിക്കും? ലക്ഷ്മിയും കണ്ണീര് തുടച്ചുകൊണ്ട് അത് ചിന്തിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ സംശയത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനായിരിക്കും ചന്ദ്രികയെ നമ്മളിൽ നിന്നും മാറ്റിയിട്ട് മേഘയെ നമുക്കടുത്തേക്ക് കൊണ്ടുവന്നത്? മഹേന്ദ്രൻ പറയുന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്മി ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ സംശയത്തോടെ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു വലിയ ലക്ഷ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോ ഇത് വേണമെന്ന് വെച്ച് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മകള് നമ്മുടെ കൂടെ ജീവിക്കരുതെന്ന് മനഃപൂർവ്വം ആഗ്രഹിച്ചതുപോലെ. മേഘയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടുപിടിച്ചാ എന്തിനായിരിക്കും ചന്ദ്രികയെ നമ്മളിൽ നിന്നും വേർപെടുത്തിയതെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ലക്ഷ്മി. ശരിയാണ് ഏട്ടാ, ആദ്യം മേഘയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോഴാണ് ആര് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ലക്ഷ്മിയും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതേസമയം ചന്ദ്രികയെ കാത്തു നിൽക്കുകയാണ് ആ തെങ്ങിൻ തോപ്പിൽ ആ ഒരു ഗുണ്ട. അപ്പം അയാളുടെ ശിങ്കിടി അയാൾക്ക്
ഇളനീര് വെട്ടി കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി കുടിച്ചതിന് ശേഷം അയാൾ പറയുന്നുണ്ട്, മലര് അകത്തുണ്ടാവും, അവൾക്കും ഒരു ഇളനീര് വെട്ടിക്കൊടുക്ക്. ശരി. മലരിനെ അവരൊരു റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ്. അവൾ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അയാൾ ഒരു ഇളനീര് വെട്ടിയിട്ട് അകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന മലറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് മലറിന് കൊണ്ടു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇന്നാ കുട്ടി ഇത് കുടിച്ചോളൂ. മലരാണെങ്കിൽ ആ ഇളനീര് വാങ്ങിച്ചിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ അയാളുടെ കാലിൻ്റെ മേളിലേക്കാണ് അത് ഇടുന്നത്. അയാൾ വേദന കൊണ്ട് പൊളയുകയാണ്. ഇത്രയും ചെറിയ കുട്ടിയായ നിനക്ക് ഇത്രക്ക് അഹങ്കാരോ, നന്നായിട്ട് കിട്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ മലരിനെ ഉപദ്രവിക്കുകയാണ്. മലരും വേദന കൊണ്ട് കരയുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ അയാൾ പുറത്തിറങ്ങിയിട്ട് വാതിലടക്കുകയാണ്. അയാൾക്ക് കാലിന് നല്ല വേദന ഉണ്ടായതുകൊണ്ട് തന്നെ അയാൾ മുടന്തിയാണ് നടക്കുന്നത്. ആ സമയം ചന്ദ്രികയും കൊണ്ട് ആ ഡ്രൈവർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അയാൾ മുടന്തി വരുന്ന കണ്ടപ്പോൾ തന്നെ ആ ഗുണ്ട ചോദിക്കുന്നുണ്ട്, എന്താടാ മലരെ ഇളനീർ കുടിച്ചോ? അവൾ എവിടെ കുടിക്കാൻ, അതെടുത്തിട്ട് എൻ്റെ കാലിനെറിഞ്ഞു. അത് കേട്ട് അയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. അവൾ അവളുടെ അമ്മയെ പോലെ തന്നെയാണ്. വാശി കുറച്ച് അധികമാണ് അവൾക്ക്. അവൾ സാധാരണ ആൾക്കാരുടെ അടുത്തൊന്നും അടങ്ങില്ല. ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നത് ഓർത്തപ്പോൾ തന്നെ അയാൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. ആ സമയം കൊണ്ട് ചന്ദ്രികയെ കൊണ്ടുവന്ന ഡ്രൈവർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ ഡോറ് തുറന്ന് ചന്ദ്രികയോട് പുറത്തിറങ്ങാൻ പറയുകയാണ്. ചന്ദ്രികയെ കണ്ട സമയത്ത് തന്നെ ആ ഗുണ്ടയുടെ മുഖത്തൊരു കൗശലം നിറഞ്ഞ് ചിരി വരുന്നുണ്ടായിരുന്നു. ചന്ദ്രികയാണെങ്കിൽ ഭയന്നുകൊണ്ടാണ് ഇറങ്ങുന്നത്. ചന്ദ്രികയാണെങ്കിൽ ചുറ്റിലും നോക്കിക്കൊണ്ട് ഭയന്നാണ് അയാൾക്ക് പിന്നാലെ നടക്കുന്നത്. മലർ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചന്ദ്രിക ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് തിരയുന്നുണ്ടായിരുന്നു. ചന്ദ്രിക അയാളുടെ അടുത്തെത്തിയ സമയത്ത് ആ ഗുണ്ട അയാളുടെ ശിങ്കിടിയോട് പറയാണ് ചന്ദ്രികയ്ക്ക് ഒരു ഇളനീർ വെട്ടാൻ വേണ്ടിയിട്ട്. അടുത്തെത്തിയ സമയത്ത് അയാൾ ചന്ദ്രികയോട് പറയുന്നുണ്ട്, വാ ചന്ദ്രിക, എൻ്റെ മോളെ നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്? ചന്ദ്രിക ദേഷ്യത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിൻ്റെ മോള് എവിടെയാണോ സേഫ് ആയിട്ടുള്ളത് അവിടെ തന്നെയുണ്ട്. നീ ഒന്നും അവളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. എന്താടാ നോക്കി നിൽക്കുന്നത്? ചന്ദ്രികയ്ക്ക് ഒരു ഇളനീർ വെട്ടിക്കൊടുക്ക്. അയാളുടെ അനുയായി വേഗം തന്നെ ചന്ദ്രികയ്ക്ക് ഇളനീർ വെട്ടിക്കൊടുക്കുകയാണ്. ആ സമയത്തൊക്കെ ചന്ദ്രികയുടെ കണ്ണുകൾ എന്തൊക്കെയോ തിരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രികയ്ക്ക് നേരെ നീട്ടിയ സമയത്ത് ചന്ദ്രിക അത് വാങ്ങിക്കുന്നില്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ചന്ദ്രിക അത് വാങ്ങിക്കേ. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ പറയാണ്, മര്യാദയ്ക്ക് എൻ്റെ കുട്ടിയെ എനിക്ക് തിരിച്ചുതാ. നിൻ്റെ കുഞ്ഞിനെ നിനക്ക് തന്നെയാണ് തിരിച്ചു തരാൻ പോകുന്നത്. ആദ്യം നീ ആ ഇളനീർ കുടിക്ക്. ഇത്രയും ദൂരം എന്നെ തേടി വന്നതല്ലേ, അതിൻ്റെ ക്ഷീണം ഉണ്ടാവില്ലേ? അതുകൊണ്ട് ആദ്യം ആ ഇളനീർ കുടിക്ക്. ചന്ദ്രിക ദേഷ്യത്തോടെയാണ് അയാളെ നോക്കി നിൽക്കുന്നത്. ഞാൻ എന്ത് വേണമെങ്കിലും ക്ഷമിച്ചു തരും, പക്ഷേ എൻ്റെ മോളെ കൊണ്ടുവന്നത് മാത്രം എന്നെക്കൊണ്ട് ക്ഷമിക്കാനാവില്ല. മര്യാദയ്ക്ക് എൻ്റെ മോളെ എൻ്റെ കണ്ണിൽ കാണിച്ചതാ. അപ്പോൾ അയാൾ തിരിച്ചു പറയുന്നുണ്ട്, നീ ഇളനീർ കുടിച്ചാൽ മാത്രം നിൻ്റെ മോളെ നിനക്ക് കാണിച്ചു തരുള്ളൂ. ഇതെങ്ങനെയുണ്ട്? അയാൾ തിരിച്ച് ചന്ദ്രികയോട് പരിഹാസത്തോട് ചോദിക്കുകയാണ്. ചന്ദ്രിക നല്ല ദേഷ്യത്തിലും വെറുപ്പിലുമാണ് ഉണ്ടായിരുന്നത്. അയാൾ മാറി മാറി നോക്കുകയാണ്. ആ സമയത്ത് അയാൾ ചിരിച്ചുകൊണ്ട് തൻ്റെ അനുയായിയോട് പറയുന്നുണ്ട്, ഇളനീർ അവൾക്ക് കൊടുക്കടാ. അയാൾ പോയിട്ട് നേരെ ചന്ദ്രികയ്ക്ക് ആ ഇളനീർ കൊടുക്കുകയാണ്. ചന്ദ്രിക അയാളെയും ദേഷ്യത്തോടെ നോക്കുകയാണ്. അതിനുശേഷം ചന്ദ്രിക ആ ഇളനീർ വാങ്ങിച്ചിട്ട് അയാളുടെ കാൽക്കൽ തന്നെ മലരിട്ടതുപോലെ ഇടുകയാണ്. അയാൾ വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ആ ഗുണ്ട ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്താടാ മോൾ ഒരു കാലിനിട്ടു, അമ്മ അടുത്ത കാലിനിട്ടോ? ചന്ദ്രിക കോപാഗ്നിയായിട്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് ആ ഗുണ്ട പറയുന്നുണ്ട്, ചന്ദ്രിക വാ, നീ വന്നിട്ട് കട്ടില് എൻ്റെ അടുത്തായിട്ടിരിക്ക്. വാ ചന്ദ്രിക. അയാൾ വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അയാൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, എന്നെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയും. ഞാൻ കയ്യിൽ അരിവാൾ എടുക്കുകയാണെങ്കിൽ ഒറ്റൊരാളായിട്ട് നിന്നിട്ട് നിങ്ങളെ എല്ലാവരെയും വെട്ടും. നിങ്ങളെ 4 പേരെയും വെട്ടുന്നത് എനിക്ക് വലിയൊരു വിഷയമായിട്ടുള്ള കാര്യമല്ല. വീണ്ടും മര്യാദയ്ക്ക് പറയാണ്, എൻ്റെ മോളെ തിരിച്ച് എന്നെ ഏൽപ്പിക്കാൻ നോക്ക്. അത് കേട്ടത് അയാൾ പൊട്ടിച്ചിരിച്ചിട്ട് പറയുന്നുണ്ട്, ആഹാ കുഴപ്പമില്ലല്ലോ ചന്ദ്രിക, എൻ്റെ ഇടത്തിൽ വന്നിട്ട് എന്നെ തന്നെ വെല്ലുവിളിക്കുകയാണോ? പെണ്ണാണെങ്കിലും നീ നല്ല ധൈര്യശാലിയാണ്. ഇങ്ങനെയുള്ള ധൈര്യശാലികളോട് തല്ലുകൂടുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അയാളൊരു തരം കൗശലത്തോടെയാണ് ചന്ദ്രികയെ നോക്കുന്നത്. അപ്പോൾ ചന്ദ്രിക വെറുപ്പോടെ പറയുന്നുണ്ട്, കാണാനൊരു വലിയ മനുഷ്യനെ പോലെ ഉണ്ടല്ലോ, പക്ഷേ നിന്റെ തലച്ചോറ് നിറച്ചും വക്രബുദ്ധിയാണല്ലേ. 4 ആണുങ്ങളെ കൂട്ടുപിടിച്ചിട്ട് ഒരു പെണ്ണിനോട് സംസാരിക്കുകയാണ്. ഇതിൽ തന്നെ നിനക്ക് എത്രത്തോളം ധൈര്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നീയൊക്കെ ഒരാണാണോ? നീയൊക്കെ ഒരു വലിയ മനുഷ്യനാണോ? ചന്ദ്രിക പരിഹാസത്തോടെ അയാൾക്ക് നേരെ കാർക്കിക്കുകയാണ്. ചന്ദ്രികയുടെ ആ പരിഹാസം അയാൾക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു. അയാളുടെ മുഖമൊക്കെ മാറുകയാണ്. അയാൾ ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക നീ എന്നെ വല്ലാതെ അപമാനിക്കുകയാണ്. അതിനുശേഷം ചന്ദ്രികയ്ക്കെതിരായിട്ട് അയാൾ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മര്യാദയ്ക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഇനിയും നിനക്ക് മാനത്തോടെ തന്നെ ജീവിക്കാം, ഇല്ലെങ്കിൽ ഇതിനേക്കാളും അപമാനിക്കപ്പെടും. ചന്ദ്രികയുടെ വെല്ലുവിളി കേട്ട സമയത്ത് അയാൾക്ക് ഒന്നുകൂടെ ദേഷ്യം കയറുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.